ഞാനും കക്കാടും ഹറമിലിരിക്കുമ്പോൾ കക്കാട് മുഹമ്മദ് വൈസി എന്നോട് പറഞ്ഞു മരിച്ചു. മനസ്സിലാണ്ട് പറഞ്ഞു, പണ്ട് കക്കാട് നല്ല മനുഷ്യനാണ്, ഒരു സാലിയായ മനുഷ്യൻ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ അമലുകളിലൊക്കെ അള്ളാഹു വർധന കൊടുക്കുകയും ഹൈറ് കൊടുക്കുകയും അദ്ദേഹത്തിന് മാർഗങ്ങളൊക്കെ അള്ളാഹു പരിപോഷിപ്പിക്കുകയും ചെയ്യട്ടെ. നല്ല മനുഷ്യനാണ്. തക്കാടിൻ്റെ ത്വരീക്കത്തല്ല ഞാൻ, പക്ഷേ അള്ളാഹുലേക്കുള്ള മാർഗം തന്നെയാണ്. അതെന്ത് സൂഖിയാണ്, നല്ല മാർഗ്ഗമാണ്. അതും അള്ളാഹുലേക്കുള്ളൊരു മാർഗം തന്നെയാണ് ദസൂഖിയത്തും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വ്യാജ ത്വരീക്കത്തുകാരുടെ അന്തർധാര ഇവിടെ വെളിവാകാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ റഹ്മത്തുല്ലാ ഖാസിമി എന്ന് പറയുന്ന റഹ്മത്തുല്ലാ ഖാസിമി മുത്തേടം, അദ്ദേഹവും അതുപോലെ തന്നെ വ്യാജ ത്വരീക്കത്തിൻ്റെ വക്താവാകുന്ന കക്കാട് ഫൈസിയും തമ്മിലുള്ള ഒരു അന്തർധാര ഒക്കെ ഇവിടെ സജീവമായി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയാതെ പറയുകയാണ് നമ്മുടെ റഹ്മത്തുല്ലാ ഖാസിമി. അദ്ദേഹം ഹറമിൽ വെച്ചുകൊണ്ട് റഹ്മത്തുല്ലാ ഖാസിമി ഈ പറയുന്ന കക്കാട് ഫൈസിയുമായിട്ട് സംസാരിച്ച സംഭവം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, കക്കാട് ഫൈസി നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ത്വരീക്കത്ത് ദസൂഖി ത്വരീക്കത്താണ്, ആ ത്വരീക്കത്തൊക്കെയും അള്ളാഹുലേക്ക് എത്തുന്ന ത്വരീക്കത്ത് എന്നാണ് പറഞ്ഞത്. ഏത് കക്കാട് ഫൈസിയുടെ ത്വരീക്കത്ത്? ഈ കക്കാട് ഫൈസിയുടെ ത്വരീക്കത്ത് ദസൂഖി ത്വരീക്കത്ത് എന്നാണ് പറഞ്ഞത്. ദസൂഖി ത്വരീക്കത്തുണ്ട്, യഥാർത്ഥമായിട്ടുള്ള ത്വരീക്കത്ത് ദസൂഖി ഇബ്രാഹിം ദസൂഖി റഹിമഹുല്ലാൻ്റെ ത്വരീക്കത്തുണ്ട്. ആ നാട്ടിലേക്ക് ചേർത്തിട്ടാണ് അവിടെ ദസൂഖി എന്ന് പറയുന്നത്. അതല്ലാതെ ആ പേരിലേക്ക്, ഇബ്രാഹിം എന്ന് പറയുന്ന പേരിലേക്ക് ചേർത്തിയിട്ട് ബർഹാമിയ ത്വരീക്കത്ത് എന്നും ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും യഥാർത്ഥമായിട്ട് ത്വരീക്കത്തുണ്ട്. നമ്മൾ ഖാദിരിയ ത്വരീക്കത്ത് എന്ന് പറയും. ബഹുമാനപ്പെട്ട മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ ത്വരീക്കത്തിന് ഖാദിരി, ആ പേരിലാണല്ലോ, കള്ളപ്പേരിലാണല്ലോ ഇവിടെ ന്യൂരിഷക്കാരും മറ്റൊക്കെ നടക്കുന്നത്. ഇതുപോലെ ദസൂഖി, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദസൂഖി റഹിമഹുല്ലാൻ്റെ ദസൂഖി ത്വരീക്കത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വ്യാജന്മാർ നടക്കുന്നുണ്ട്. അതിൽപ്പെട്ടവരാണ് ഈ പറയുന്ന കക്കാട് ഫൈസി. ഞാൻ വ്യാജമാണെന്ന് എൻ്റെ വക പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട സമസ്തകൾ ജമിയത്തുൽ ഉലമ 2004, കൃത്യമായിട്ട് പറഞ്ഞാൽ 9/7/2004 മുഷാവറ കൂടി തീരുമാനിച്ച ഒരു തീരുമാനമാണ് ഈ പറയുന്ന കക്കാട് ഫൈസിയുടെ ദസൂഖി ത്വരീക്കത്ത് എന്ന് പേര് പറയുന്ന കക്കാട് ത്വരീക്കത്ത് അത് വ്യാജമായ ത്വരീക്കത്താണ്, ജനങ്ങൾ അതിൽ വഞ്ചിതരാകരുത് എന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനമാണ്. അത് വെറുതെ എടുത്ത തീരുമാനമല്ല, ഒരുപാട് ശരീഅത്തിനോട് എതിരാകുന്ന ഒരുപാട് കാരണങ്ങൾ അതിലുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ത്വരീക്കത്താണ് ഇപ്പോൾ അള്ളാഹുലേക്ക് എത്തുന്ന ത്വരീക്കത്ത് എന്ന് പറഞ്ഞ് ജനങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ റഹ്മത്തുല്ലാ ഖാസിമി മുത്തേടം. ഈ പറയുന്ന കക്കാട് ഫൈസിയുടെ മുറബിയായ ഷെയ്ഖിനെ ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. ഇതാണ് കക്കാട് ഫൈസിയുടെ മുറബിയായ ഷെയ്ഖ് മുഖ്താർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു മിസ്രിയാണ്, അദ്ദേഹം ഒരു എഞ്ചിനീയറുമാണ്. അപ്പം ഈ കാണുന്ന ആൾ, ഇദ്ദേഹമാണ് മുറബിയായ ഷെയ്ഖ്. താടിയൊന്നുമില്ലാത്ത, ശരീഅത്തിൻ്റെ നിയമമൊന്നും അത്ര അധികമൊന്നും ബാധകമല്ലാത്ത ആളാണ് നമ്മുടെ മുറബിയായ ഷെയ്ഖ്. കാരണം കക്കാട് ഫൈസിയുടെ ത്വരീക്കത്തിൽ, അഥവാ ഈ പറയുന്ന ദസൂഖി ത്വരീക്കത്തിൽ ഒരുപാട് ശരീഅത്തിന് എതിരാകുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിലൊന്നാണ്, ഷെയ്ഖ് അന്യ സ്ത്രീയുമായിട്ട് ബൈഅത്ത് ചെയ്താൽ, അല്ലെങ്കിൽ അന്യ സ്ത്രീ ഷെയ്ഖുമായിട്ട് ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീക്ക് ഷെയ്ഖിനെ കാണുന്നത് കൊണ്ടോ ഷെയ്ഖിന് സ്ത്രീയെ കാണുന്നത് കൊണ്ടോ അവിടെ ഹറാമൊന്നുമില്ല, അതൊക്കെ ഹലാലാണ്. ബൈഅത്ത് ചെയ്യുന്നതോടുകൂടെ ഹലാലാകും. ഇതാണ് ഈ പറയുന്ന കക്കാട് ഫൈസിയുടെ ത്വരീക്കത്തിലെ ഒരു പ്രധാന പ്രശ്നം. അഥവാ അന്യ സ്ത്രീയെ കാണാൻ ബൈഅത്ത് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം അവർക്കൊക്കെ വേറെ ശരീഅത്താണ്. അപ്പോൾ നമ്മൾ ഫത്വൽ മുഈനിലൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ, അന്യ സ്ത്രീയെ കാണാൻ പാടില്ല, അന്യ സ്ത്രീയെ തൊടാൻ പാടില്ല, അവരുമായി സംസാരിക്കാൻ പാടില്ല, അകാരണമായിട്ട് തൊടാനോ സംസാരിക്കാനോ കാണാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഫത്വൽ മുഈനിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനൊരു മറുപടി ആര് പറയുന്നുണ്ട്? നമ്മുടെ റഹ്മത്തുല്ലാ ഖാസിമി മുത്തേടം പറയുന്നത് എന്താ പറയുന്നത്? ഇതൊക്കെ അന്തംഗമ്മികൾക്കുള്ള ശരീഅത്താണ്, ഫത്വൽ മുഈനിലൊക്കെ ഉള്ളത് അന്തംഗമ്മികളുടെ ശരീഅത്താണ് എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ലാഹിരി ആലിമിന്റെ അതേ ശരീഅത്തിനോട് തന്നെ ആരിഫീങ്ങളും യോജിക്കണം, അങ്ങനെയും പറയരുത് ദയവായി. ഇവിടെ ശരീഅത്ത് അവരെ ശരീഅത്തും തന്നെ ഉണ്ടായിരിക്കും. ഈ ശരീഅത്തൊക്കെ ഖുർആനിലുണ്ടാവും. അപ്പോൾ ഫത്വൽ മുഈനിൽ ഇല്ലാത്ത ശരീഅത്തും ഉണ്ടാവും. തിരിഞ്ഞിട്ടില്ല. ഫത്വൽ മുഈനിൽ നമ്മളെപ്പോലത്തെ അന്തംഗമ്മിക്കുള്ള ശരീഅത്താണ്. നീ അന്തത്തിലെത്തിയവർക്ക് വേറെ ശരീഅത്ത് ഉണ്ടാവും. അത് കിതാബിൽ എഴുതൂല്ല, എഴുതിയ പേക്കും ജനങ്ങൾ. അത് അവരും റബ്ബും തമ്മിലുള്ള ബന്ധാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഫത്വൽ മുഈനിൽ എഴുതിയതാണ് അവസാനത്തെ ശരീഅത്ത് വിചാരിക്കണ്ട. ഇത് നമ്മൾക്ക് അവസാന ശരീഅത്ത് അതാണ്. നമ്മൾ അത്രയല്ലേ ഉള്ളൂ. അവരാരെ തേടിപ്പോണവരാണ്? അള്ളാഹുവിനെ. അവർ അള്ളാഹുവിലേക്ക് വാസിലായ ആളുകളാണ്. അവർ വേറെയാണ്. അപ്പൊ അവരെ നിസ്കാരം വേറെയാകാം. അവർ നിസ്കരിക്കുന്നില്ല എന്ന് നീ പറയരുത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എളുപ്പമല്ലോ. കാരണം ശരീഅത്തിൻ്റെ നിയമങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തും ചെയ്യാം. കാരണം അത് ചോദ്യം ചെയ്താലോ അത് അവരുടെ ശരീഅത്ത് അങ്ങനെയാണെന്നായിരിക്കും ഇവരുടെ മറുപടി. എന്തായി പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതല്ലേ ദീന്.
ഏത് ത്വരീക്കത്താണെങ്കിലും ഇസ്ലാമിൻ്റെ പേരിലുള്ളതാണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തരുന്നതാകണ്ടേ. ഒമാ അതാക്കുമുർ റസൂലു ഫഖുദൂഹു ഒമാ നഹാകുമൻഹു ഫന്തഹു എന്നല്ലേ. നബി തങ്ങൾ കാണിച്ചു എന്ന് ചെയ്യുക, അവിടുന്ന് വിരോധിച്ചത് അത് വർജിക്കുക. അത് എവൻ ചെയ്താലും അത് തെറ്റാണെന്ന് തന്നെ പറയണം. അത് എത്ര വലിയ ശൈഖാണെങ്കിലും ആരാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതിന് ഒരു അണു തെറ്റാണെങ്കിൽ അത് തെറ്റ് എന്ന് തന്നെ പറയണം. അതിന് ന്യായീകരിച്ച് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ കിതാബുകളെ അതൊക്കെ അന്തംഗമ്മികളുടെ കിതാബാണ് അല്ലെങ്കിൽ അന്തംഗമ്മികൾക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം അധപ്പതനമാണതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഏതായാലും ഇരിക്കട്ടെ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ട മറ്റൊന്നാണ് എന്ത്, മരിച്ചവരുടെ പേരിലുള്ള മരിച്ചവരുടെ പേരിൽ യാസീൻ ഓതുക അതൊന്നും അത്ര നല്ലതല്ല എന്നാണ് നമ്മുടെ കക്കാട് ഫൈസിയുടെ ത്വരീഖത്തിലുള്ളത്. മുരീദന്മാർക്ക് മരിച്ചവരുടെ പേരിൽ സ്ഥിരമായിട്ട് യാസീൻ ഓതാനൊന്നും അതൊന്നും അത്ര നല്ലതല്ല എന്നാണ് ഉള്ളത്. അതേ സംഭവം തന്നെയാണ് നമ്മുടെ മുത്തേടവും പറയുന്നത്. മരിച്ചവരുടെ പേരിൽ യാസീൻ ഓതിയതുകൊണ്ട് അവരുടെ അകത്തുള്ള തല്ലൊഴിവാവില്ല എന്നാണ് ഇപ്പോൾ കാസിമി പറയുന്നത്. പണ്ടൊക്കെ മൂപ്പർ അങ്ങനെ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ കക്കാട് ഫൈസിയെ കണ്ടതിന് ശേഷം ഇപ്പോൾ അങ്ങനൊന്നും വിശ്വാസമില്ല എന്നാണ് പറയുന്നത്. അതുകൂടെ നമുക്ക് കേട്ടുവരാം. പുറത്ത് യാസീനോദിയൊന്നും ആത്ത തല്ലൊഴിവാകുന്ന ഒരാളും വിചാരിക്കേണ്ട. നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ ആ കൂടുതലുണ്ടാവില്ല. നിങ്ങൾ 10 ആൾ ഒരാളെ കബർമ യാസീനാദിയായതുകൊണ്ട് അയാൾക്ക് ഉള്ളിൽ തല്ലുണ്ടാവില്ല നിങ്ങൾ വിചാരിച്ചോളി. ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു പണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അപ്പോൾ കേട്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ, മരിച്ചവരുടെ പേരിൽ നിങ്ങൾ യാസീൻ ഓതണം. ഇത് അവിടെ അല ഇട്ടുകൊണ്ട് പറഞ്ഞു എന്നതുകൊണ്ട് തന്നെ വ്യക്തമായി അത് രോഗികളുടെ പേരിലല്ല, മരണം ആസന്നരായവരുടെ പേരിലല്ല യാസീൻ ഓതേണ്ടത്, മരിച്ചവരുടെ പേരിൽ തന്നെയാണ്. അത് നസ്സല്ലേ ആ പറയുന്നത്. മരിച്ചവരുടെ പേരിൽ യാസീൻ ഓതണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അത് നമ്മൾ ദർസിലൊക്കെ കോളേജിലൊക്കെ തുഹ്ഫയിൽ ആ ഭാഗം വളരെ ഗഹനമായി പഠിക്കുന്നതല്ലേ. അപ്പം അത്രമാത്രം സുന്നികൾക്കിടയിൽ അവിതർക്കിതമായൊരു കാര്യമാണ് മരണപ്പെട്ടവരുടെ പേരിൽ യാസീൻ ഓതുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തെ ഒരു ലജ്ജയുമില്ലാതെ തള്ളുക, അങ്ങനെയൊന്നും എനിക്ക് വിശ്വാസമില്ല. യാസീൻ ഓതിയത് കൊണ്ടൊന്നും മരിച്ചവരുടെ അകത്തെ തല്ലൊഴിവാവില്ല, അഥവാ കൂലി കിട്ടില്ല എന്നല്ല ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിനെങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്? അപ്പോൾ ഇദ്ദേഹം കൊണ്ടുപോകുന്നത് അതൊക്കെ ഏതോ ത്വരീഖത്തിലേക്കാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇനി അപ്പോൾ ഞാൻ കക്കാട് ഫൈസിയുടെ ത്വരീഖത്ത് വിശദമായിട്ട് പറയല്ല, ഇദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇദ്ദേഹത്തിനൊരു ത്വരീഖത്തുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് വീഡിയോകൾ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ.